AM to PM, Farming Business Fun Talks. ദർശ എന്താ കൊടുക്കുന്നു? ഇത് കളിച്ചോണ്ടിരിക്കായിരുന്നു. അച്ഛേ, ഞാനാണെങ്കിൽ അമ്മമ്മയുടെ വീട്ടില് വെക്കേഷന് പോയില്ലായിരുന്നോ? അപ്പൊ അമ്മമ്മയാണെങ്കിൽ ആരോടോ പറയുന്ന കേട്ടു, പാലം കടക്കുമ്പോൾ നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞ് കൂരായണ. ഇതിന്റെ അർത്ഥം എന്താ? അത് ദശ നമ്മുടെ നാട്ടിൽ പ്രായമായ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്നുള്ളത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യസാധ്യത്തിന് വേണ്ടി ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് സോപ്പിടും. അത് മേടിച്ചു തരാം, ഇത് മേടിച്ചു തരാം, അല്ലെങ്കിൽ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അവർ കാര്യം സാധിക്കും. കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാനുള്ളൊരു കാര്യം അച്ഛൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ, ഇപ്പോഴുള്ളവരല്ല, നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയക്കാർ, ഇപ്പോൾ ഉള്ളവരെ നമുക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട്. അപ്പോൾ നേരത്തെ ഉള്ള രാഷ്ട്രീയക്കാർ, ചില രാഷ്ട്രീയക്കാർ നമുക്ക് നല്ല വാഗ്ദാനങ്ങൾ തരും. അതായത് പാലം കെട്ടിത്തരാം, റോഡ് പണിഞ്ഞു തരാം, ജോലി തരാം, ഫാക്ടറികൾ കൊണ്ടുവരാം, വികസനം കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വോട്ട് മേടിക്കും. കാരണം കാര്യം നടക്കണമല്ലോ. ഈ വോട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവർ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതിരിക്കുന്നതിനാണ് ഈ പദം നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ. അതിനാപ്റ്റായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കൊച്ചു വർത്തമാനത്തിൽ പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ എന്ന പഴമൊഴിയെ ആസ്പദമാക്കിയുള്ള ഒരു ടോക്കായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.